നമസ്കാരം, ഞാൻ അഞ്ജലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. മാപ്പിരന്ന് സർക്കാർ. സെൻകുമാർ കേസിൽ സർക്കാർ മാപ്പ് പറഞ്ഞിട്ടില്ലെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശനത്തിനു പിന്നാലെ സുപ്രീം കോടതിയിൽ നിരുപാധികം മാപ്പപേക്ഷിച്ച ചീഫ് സെക്രട്ടറി നളിനി നെറ്റോ. നിയമനത്തിൽ വ്യക്തത തേടി അപേക്ഷ നൽകിയത് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ. സർക്കാരിനെതിരായ കോടതിയലക്ഷ്യ ഹർജി പിൻവലിക്കണമെന്നും ചീഫ് സെക്രട്ടറിയുടെ സത്യവാങ്മൂലം. സർക്കാർ നടപടി. സെൻകുമാർ നൽകിയ കോടതിയലക്ഷ്യ ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കാനിരിക്കെ അതേസമയം കേസിൽ തുടർസ്ഫോടനങ്ങൾ ഒഴിവാക്കാൻ നേരത്തെ നൽകിയ പുനഃപരിശോധനാ ഹർജിയും സർക്കാർ പിൻവലിക്കും. വിധിയോട് ഒരു ഘട്ടത്തിലും അനാദരവ് കാട്ടിയിട്ടില്ലെന്നും സംസ്ഥാന സർക്കാർ. പഞ്ഞമില്ലാത്ത വാദങ്ങൾ. സെൻകുമാർ കേസ് സർക്കാരിന് തിരിച്ചടിയല്ലെന്ന് മുഖ്യമന്ത്രി. നിയമപരമായ സാധ്യതയും വിശദീകരണങ്ങളും തേടുക മാത്രമാണ് ഉണ്ടായത്. സർക്കാർ സുപ്രീം കോടതിയിൽ മാപ്പ് പറഞ്ഞിട്ടില്ല. കേസിൽ പിഴ ചുമത്തിയില്ലെന്നും 25,000 രൂപ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ അടയ്ക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു എന്നും പിണറായി വിജയൻ. അതേസമയം സർക്കാരിന് പിഴ ചുമത്തിയ സംഭവം സംസ്ഥാനത്തിന് നാണക്കേടെന്ന് പ്രതിപക്ഷം. TP വധക്കേസ് പ്രതികളെ അറസ്റ്റ് ചെയ്തതിലുള്ള പ്രതിഷേധമാണ് സെൻകുമാറിനോട് മുഖ്യമന്ത്രിക്കുള്ളതെന്നും ആരോപണം. എന്നാൽ കേസ് നാളെ സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കാനിരിക്കെ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനാകില്ലെന്ന് സ്പീക്കർ. അകന്നുമാറുന്ന ഉത്തരങ്ങൾ. മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കലിൽ കർശന നടപടിയെന്ന് ആവർത്തിക്കുമ്പോഴും മതസ്ഥാപനങ്ങളുടെ കൈവശ ഭൂമിയിൽ തീരുമാനമെടുക്കാതെ സർക്കാർ. ആരാധനാലയങ്ങളുടെ ഭൂമിക്ക് പട്ടയം വേണമെന്ന മതമേലധ്യക്ഷരുടെ ആവശ്യത്തിൽ തീരുമാനം പിന്നീട്. മൂന്നാറിലെ ചെറുകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന കാര്യത്തിലും അവ്യക്തത. സർക്കാർ ഭൂമി സംരക്ഷിക്കാനും കയ്യേറ്റങ്ങൾ തടയാനും സമഗ്ര നിയമനിർമ്മാണം ആവശ്യമെന്ന് മുഖ്യമന്ത്രി. ഭാവിയിൽ കയ്യേറ്റങ്ങൾക്ക് മുതിരാൻ തോന്നാത്ത വിധം നിയമ നടപടികൾ കർശനമാക്കും. മൂന്നാറിലെ ജൈവ വൈവിധ്യവും ജലസ്രോതസ്സുകളും ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കുമെന്നും പിണറായി. കുരുക്കഴിക്കാൻ കൂടിക്കാഴ്ച. കോട്ടയം കൂട്ടുകെട്ടിൽ ഉടലെടുത്ത പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി കേരള കോൺഗ്രസ് നിർണായക പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് തലസ്ഥാനത്ത്. CPM പിന്തുണയിൽ ഇടഞ്ഞു നിൽക്കുന്ന ജോസഫ് വിഭാഗം യോഗത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് നിർണായകം. അഭിപ്രായ ഭിന്നതകൾ പറഞ്ഞു തീർക്കാമെന്ന മനക്കണക്കിൽ KM മാണി. MLA ഹോസ്റ്റലിൽ രാത്രി 8-ന് മാണിയുടെ മുറിയിൽ നിർണായക യോഗം ചേരുമ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് കേരള കോൺഗ്രസിൽ വീണ്ടും ഒരു പിളർപ്പിന്റെ സാധ്യതയിലേക്ക്. മാണിയുമായി അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് PJ മോൻസൺ പരസ്യ പ്രതികരണം നടത്തിയ സാഹചര്യത്തിൽ നിലപാട് മയപ്പെടുത്താൻ മാണി തയ്യാറായേക്കും. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2,700 രൂപ, പവൻ 21,600 രൂപ, വെള്ളി 44 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.